ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് സൗദി അറേബ്യയിൽ മദീനയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് വരെ പഴക്കമുള്ള ഒരു ഈത്തപ്പഴത്തോട്ടമാണ് കേട്ടോ. സൽമാനുൽ ഫാരിസിയുടെ ഈത്തപ്പഴത്തോട്ടമാണ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് കാഴ്ചകൾ കാണാം. അങ്ങനെ ഇന്ന് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത് ഇത് മദീന സിറ്റിയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ വിശാലമായ ഈത്തപ്പഴത്തോട്ടത്തിലേക്കാണ് കേട്ടോ യാത്ര പോകുന്നത്. അപ്പോൾ മദീന ടൗൺ ടച്ച് ചെയ്ത് വേണം നമ്മൾ ആ ഭാഗത്തേക്ക് പോകാൻ. ഈ മദീന സിറ്റിയിലൂടെയുള്ള ഈ യാത്ര നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷത്തിലാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഹറമിൻ്റെ തൊട്ട് അടുത്തുകൂടിയുള്ള വഴിയോരത്തൂടെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. മദീനയുടെ ഒരു ഭാഗത്ത് മൊത്തം മലകൾ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വളരെയധികം വികസിതവുമാണ്. വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളും റോഡിൻ്റെ വഴികൾ ഇരുവശത്തുകളും നല്ല രസമുള്ള കുറേ ബിൽഡിങ്ങുകളും പള്ളികളും ഒക്കെ അവർ നിർമ്മിച്ചിരിക്കുകയാണ്. വളരെ മനോഹാരിത നിറഞ്ഞ ഈ ഒരു യാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ ഈ കൂറ്റൻ ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയിൽ നിന്നും ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ വളരെ മനോഹാരിത നിറഞ്ഞ കാഴ്ചകളിലേക്കാണ് കേട്ടോ നമ്മളിനി പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മളിന്ന് സ്പോട്ട് ചെയ്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ ഈത്തപ്പഴത്തോട്ടത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ ആട്ടുംകുട്ടി നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ തോട്ടത്തിൻ്റെ എൻട്രൻസ് വരുന്ന ഭാഗം കേട്ടോ. വളരെ മനോഹരമായി തന്നെ ആ തോട്ടങ്ങൾ അവർ സംരക്ഷിക്കുന്നുണ്ട്. പഴയ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ അവരങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ തോട്ടത്തിനെ വളരെയധികം ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്. ഈ തോട്ടത്തിൽ നിന്ന് കൃഷി ചെയ്ത ഈത്തപ്പഴങ്ങൾ തന്നെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒരുപാട് തരങ്ങൾ ഈത്തപ്പഴങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഈ തോട്ടത്തിൽ നിന്നുള്ളതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന അജുവ വരെ ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഈ കച്ചവടം ചെയ്യുന്നതൊക്കെ പാകിസ്ഥാനി ഭായിമാരാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ തോട്ടത്തിലേക്കുള്ള സന്ദർശകരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് കേട്ടോ കാണുന്നത്. ഇവിടെ മദീനയിൽ വരുന്ന തീർത്ഥാടകരാണ് ഇവിടെ ഇത് സന്ദർശിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് ഈ തോട്ടം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് എന്തായാലും ഇവിടെ തീർത്ഥാടകർ സന്ദർശിക്കാതെ പോകില്ല. ഇത് കണ്ടില്ലേ, ഈ തരത്തിലാണ് ഇപ്പോഴും ഒരു പാടത്തിലേക്ക്, അതായത് ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് വെള്ളം അവരെത്തിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഒരു ആ പഴയ മാർഗ്ഗങ്ങൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് അവർ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഇവിടുന്ന് നേരെ ഈ കാണുന്ന ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം എത്തുന്നു. ഇതുപോലെ തന്നെ പല പല സ്റ്റോറേജുകളുണ്ടാവും. ഇത് നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ ഭാഗത്തുള്ളൊരു സ്റ്റോറേജാണ് കേട്ടോ. അതുപോലെ തന്നെ എങ്ങനെയാണോ പുരാതന കാലഘട്ടത്തിൽ ഈ തോട്ടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിച്ചിരുന്നത്, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ആധുനിക കാലഘട്ടത്തിലേക്കും അവരത് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനൊന്നും ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ തരുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തനിക്കുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ പരിശ്രമത്തിലൂടെ ആയിരുന്നു ഈ ഈത്തപ്പഴത്തോട്ടം ലഭിച്ചതും വളർന്നതും എല്ലാം.
അതുപോലെ അന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു യഹൂദൻ്റെ ഒരു അടിമയായിരുന്നു കേട്ടോ. മദീനയിൽ അന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് യഹൂദൻ കടുപ്പമുള്ളൊരു നിബന്ധനയായിരുന്നു അന്ന് വെച്ചു കൊടുത്തിരുന്നത്. അതായത് ഒരു 300 ഈത്തപ്പഴം മരങ്ങൾ നടുകയും അവയെല്ലാം വളർന്നിട്ട് വിള കൊടുക്കുകയും വേണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 40 ഉഖിയ്യ പൊന്നും കൊടുക്കണമെന്നായിരുന്നു അന്ന് യഹൂദൻ്റെ നിബന്ധന. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടൽ മൂലമാണ് കേട്ടോ അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നത്. അങ്ങനെ സഹാബികളെയൊക്കെ വിളിച്ചു പറഞ്ഞു സൽമാന് വേണ്ടി മരങ്ങളൊക്കെ ദാനം ചെയ്യും. അങ്ങനെ സഹാബികൾ ഒരു 300 പിന്നെ തൈകളൊക്കെ ചേർന്ന് നൽകിയിരുന്നു കേട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് അവിടെ നട്ടുപിടിപ്പിച്ചതെന്നും പറയുന്നു. فطلب من سلمان الفارسي النبي عليه الصلاة والسلام طلب من سلمان الفارسي قال له اذهب يا سلمان وكاتب سيدك. مصطلح المكاتبة في الفقه الإسلامي أنك تدفع مال لسيدك مقابل أن تعلم. فذهب إلى سيده اليهودي القبيل يعني طلب منه طلبات تعجيزية لا يمكن تحقيقها. قال له تزرع لي 300 فسيلة في هذا البستان. നമ്മൾ ഈ കണ്ടത് ഇവിടുത്തെ മദീനക്കാരനാണ് കേട്ടോ. അദ്ദേഹം ഇവിടെ വന്ന സന്ദർശനം എല്ലാം വിവരിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് കിട്ടിയ ഈത്തപ്പഴം അത് കഴിക്കാണ്. തൊട്ടപ്പുറത്ത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു തോട്ടാണ് ഈ തോട്ടം കാണുന്നത്. മാഷാ അല്ലാഹ് ഇവിടെ എത്തിപ്പെടാൻ എല്ലാവർക്കും തൗഫീഖ്. അങ്ങനെ നമുക്ക് ആ ഈത്തപ്പഴം വേണ്ടത് കൊണ്ട് പിന്നെ ആ കടയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. कितना साल हुआ इधर काम करेगा? कैसा है सर? हमारे को इधर 15 साल 15 साल हो गया. അങ്ങനെ ഓനോട് ഓൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ 15 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. എല്ലാത്തരം ഈത്തപ്പഴങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഇവിടെ വന്ന് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം. ഇവിടുത്തെ തന്നെ ഈത്തപ്പഴങ്ങളാണ് ഇതെല്ലാം. പലതരം ഈത്തപ്പഴങ്ങളാണുള്ളത്. അങ്ങനെ നമ്മളിവിടുന്ന് വാങ്ങിച്ചത് അജുവക്കാരൊക്കെയാണ് കേട്ടോ. ഈത്തപ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അജുവയാണ് നമ്മളിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഓക്കെ ബൈ इंशा अल्लाह. ओके इंशा अल्लाह. ठीक है मैं डालेगा इंशा अल्लाह. ओके इधर ही है ना? पूरा इधर ही है ना? ठीक है. ഇത് ഈ തോട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഫേയാണ് കേട്ടോ. അറബിക് കഫേ എന്ന് പറയാം. കാരണം ഇതിൻ്റെ ബാക്ക് വശത്തൊക്കെ അതുപോലെ ഒരു ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ആ പഴമ എന്ന് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ കച്ചവടങ്ങൾ ഇവിടെ നടത്തുന്നത് കേട്ടോ. ഇതിലൊക്കെ ഉപരി മദീനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു ശാന്തതയായിരിക്കും മനസ്സിന്. എത്ര വിഷമമാണെങ്കിലും എത്ര സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ഈ മദീനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് എന്തൊരു ഭാരം ഇറക്കി വെച്ച ഫീലിംഗാണ്. നമ്മൾ നോർമലി നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ലൈഫായിരിക്കും നമുക്ക് അത്രയും ദിവസങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുക. ഇത് അനുഭവിച്ചവർക്ക് ഇതറിയാം കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഇതറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്തവർ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഇതിനെപ്പറ്റി കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ തോട്ടമൊക്കെ സന്ദർശിച്ചതിന് ശേഷം നമ്മളിനി അടുത്തൊരു ലൊക്കേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഉടനെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള സപ്പോർട്ടുകൾ ഉണ്ടാകുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.